നമസ്കാരം. കേരളത്തിൽ ആഞ്ഞടിച്ച് UDF തരംഗം. വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ കേരളം ഭരിക്കുന്നത് UDF തന്നെയെന്ന് ഉറപ്പിച്ചു. UDF തരംഗം ആഞ്ഞു വീശിയതോടെ 95 സീറ്റുകളിലാണ് മുന്നിട്ട് നിൽക്കുന്നത്. കോൺഗ്രസും ലീഗും അടക്കം UDF മുന്നണി വലിയ കരുത്ത് കാട്ടുന്ന അവസ്ഥയാണ് ഉണ്ടായത്. LDF 43 സീറ്റുകളിലാണ് ലീഡ് ചെയ്യുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ പിന്നിലാണ്. 5ാം റൗണ്ടിലും പിണറായി പിന്നിലാണ്. NDA 2 ഇടങ്ങളിൽ ലീഡ് ചെയ്യുന്നു. UDF 95, LDF 43, NDA 2 എന്നിങ്ങനെയാണ് നിലവിലത്തെ ലീഡ് നില. കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് ഉറപ്പിക്കുന്ന തരത്തിലാണ് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്നത്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാർ ഇക്കുറി പിന്നിലാണ്. MP രാജേഷ്, V ശിവൻകുട്ടി, R ബിന്ദു, കടന്നപ്പള്ളി രാമചന്ദ്രൻ, P രാജീവ്, OR കേളു, VN വാസവൻ, V അബ്ദുറഹിമാൻ, വീണ ജോർജ്, റോഷി അഗസ്റ്റിൻ എന്നിവർ പിന്നിലാണ്. അതേസമയം P പ്രസാദ്, K രാജൻ, സജി ചെറിയാൻ, ചിഞ്ചുറാണി, PM മുഹമ്മദ് റിയാസ് എന്നിവർ മാത്രമാണ് മുന്നിലുള്ള മന്ത്രിമാർ. എക്സിറ്റ് പോൾ ഫലം UDFന് അനുകൂലമായപ്പോൾ പോലും മന്ത്രിമാർക്ക് കനത്ത പരാജയം പ്രവചിച്ചിരുന്നില്ല. എക്സിറ്റ് പോളുകളെ മറികടന്നുകൊണ്ടുള്ള അപ്രതീക്ഷിത തെരഞ്ഞെടുപ്പ് ഫലമാണ് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ധർമ്മടത്ത് പിണറായി വിജയൻ 1000-ലേറെ വോട്ടുകൾക്കാണ് പിന്നിൽ. ധർമ്മടത്ത് ക്യാപ്റ്റൻ വരെ പിന്നിലാകുന്ന ഫലമാണ് പുറത്തു വരുന്നത്. ഇത് ശക്തമായ ഭരണവിരുദ്ധ വികാരമാണ് സൂചിപ്പിക്കുന്നത്. ഇടതുകോട്ടയിൽ 5 റൗണ്ട് എണ്ണിക്കഴിയുമ്പോഴും പിണറായി പിന്നിലായത് LDFനെ ഞെട്ടിച്ചിട്ടുണ്ട്. UDFിന്റെ അഡ്വക്കേറ്റ് VP അബ്ദുൾ റഷീദ് 23,527 വോട്ടുകൾ നേടി മുന്നിലാണ്. പിണറായിക്ക് 20,715 വോട്ടുകളാണ് ലഭിച്ചത്. ആദ്യ റൗണ്ടിൽ മുന്നിലെത്തിയ പിണറായി പിന്നീടുള്ള 2 റൗണ്ടിലും പിറകിൽ പോവുകയായിരുന്നു. CPM ശക്തി കേന്ദ്രമായ ചെമ്പിലോട് പഞ്ചായത്തിലടക്കം മുഖ്യമന്ത്രിക്ക് അടിതെറ്റി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 3500 വോട്ടിന് ലീഡ് ചെയ്തെടുത്താണ് പിണറായി ഇത്തവണ പിറകിൽ പോയിരിക്കുന്നത്. 13 മന്ത്രിമാരാണ് പിന്നിൽ നിൽക്കുന്നത്. അതിനിടെ മുഖ്യമന്ത്രി പരിഹസിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്ത് വന്നു. വീട്ടിൽ പോയി ചോദിക്കാൻ പറഞ്ഞവരോട് വീട്ടിൽ പോയി ഇരിക്കാൻ പറഞ്ഞു ജനങ്ങൾ. പോ മോനെ വിജയ എന്നല്ല, ഇറങ്ങിപ്പോ വിജയ എന്നാണ് അദ്ദേഹത്തിന്റെ കുറിപ്പ്. കോന്നി തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിനിടെ ചോദ്യം ചോദിക്കാൻ ശ്രമിച്ച ആളോട് അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതിയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. ഇത് സൂചിപ്പിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കുറിപ്പ്. CMA ഒരു ചോദ്യം എന്ന് പറഞ്ഞ ആളോടായിരുന്നു മുഖ്യമന്ത്രിയുടെ അന്നത്തെ പ്രതികരണം. അതേസമയം പുതുപ്പള്ളിയിലും വോട്ടെണ്ണൽ പുരോഗമിക്കുന്നതിനിടെ വൻ മുന്നേറ്റമാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ചാണ്ടി ഉമ്മൻ കാഴ്ചവെക്കുന്നത്. ചാണ്ടി ഉമ്മൻ്റെ ലീഡ് 20,000 കടന്നിരിക്കുകയാണ്. ആകെ 15 റൗണ്ടുകളിൽ 6 റൗണ്ടുകൾ വോട്ടെണ്ണി തീർത്തപ്പോൾ ചാണ്ടി ഉമ്മൻ്റെ ലീഡ് നില 2190 എന്നിലേക്ക് എത്തി. അരനൂറ്റാണ്ടുകാലം ഉമ്മൻചാണ്ടി എന്ന ഒരേയൊരു നേതാവിന് മാത്രം നിയമസഭയിലേക്ക് അയച്ച ചരിത്രമുള്ള മണ്ഡലമാണിത്. 2023 അദ്ദേഹത്തിൻ്റെ വേർപാടിനെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിലൂടെയാണ് മകൻ ചാണ്ടി ഉമ്മൻ പുതുപ്പള്ളി കോട്ട കാത്തത്. ഫലം വരുമ്പോൾ UDF ക്യാമ്പ് ആവേശത്തിലാണ്. പത്തനാപുരത്ത് KB ഗണേഷ് കുമാറിൻ്റെ എതിരാളി ജ്യോതികുമാർ ചാമക്കാലയും വൻ മുന്നേറ്റം കാഴ്ചവെക്കുന്നു. കളമശ്ശേരിയിൽ V അബ്ദുൾ ഗഫൂറാണ് P രാജീവിൻ്റെ എതിരാളി. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന നേമത്ത് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും മുന്നിട്ട് നിൽക്കുന്നു. KS ശബരിനാഥനാണ് UDF സ്ഥാനാർത്ഥി. കേരളം ഉറ്റുനോക്കിയ രാഷ്ട്രീയ പോരാട്ടത്തിൽ അമ്പലപ്പുഴയിൽ G സുധാകരന് മുന്നിൽ നിൽക്കുന്നു. LDFിൻ്റെ H സലാമിനെതിരെയാണ് സുധാകരൻ ലീഡ് നിലനിർത്തുന്നത്. തപാൽ വോട്ടുകൾ എണ്ണുന്ന ഘട്ടത്തിൽ UDFും LDFും ഇഞ്ചോടിഞ്ഞ് പോരാട്ടമായിരുന്നു കാഴ്ചവെച്ചിരുന്നത്. എന്നാൽ EVMലെ വോട്ടുകൾ എണ്ണിത്തുടങ്ങിയപ്പോൾ കഥ മാറുന്ന കാഴ്ചയാണ് കണ്ടത്. പതുക്കെ UDF കുതിക്കുന്നതാണ് പിന്നീട് ദൃശ്യമായത്. ലീഡ് നില 90 കടന്നതോടെ UDFിന് അനുകൂലമായി ട്രെൻഡ് നടന്നതായിട്ടുള്ള വിലയിരുത്തൽ വന്നു. ഭരണവിരുദ്ധ വികാരം വോട്ടായി മാറിയെന്നാണ് കണക്കൂട്ടൽ.